തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിയ ഷിബു. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് എബ്രോഡ് പഠിക്കാൻ പോകാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് IELTS എക്സാം പാസ്സാവുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ തവണ എഴുതി, അത് ഫെയിലായി. രണ്ടാമത്തതും എഴുതി, അതും ഫെയിലായി. അപ്പോഴൊക്കെ ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഉറപ്പായിട്ടും ഉടമ്പടി എടുക്കും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എനിക്ക് ഫസ്റ്റൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു, കാരണം രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഞാനങ്ങനെ രാവിലെ എഴുന്നേക്കാത്ത ഒരാളാണ്. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ മാതാവിനോടുള്ളൊരു വിശ്വാസം, എനിക്കത് കിട്ടും, ഉറപ്പായിട്ടും മാതാവ് എനിക്കത് തരും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അങ്ങനെ 7-ാം തീയതി മാതാവ് ഇവിടെ 2004 ഡിസംബർ 7-ാം തീയതിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ 7-ാം തീയതി തന്നെ നോക്കി ഞാനൊരു ഡേറ്റ് എടുത്തു, എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്കത് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം പൂശി, വിശ്വാസ പ്രമാണം ചൊല്ലി പൂശി പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് കയറിയത്. എൻ്റെ കഴുത്തിൽ ഞാൻ അച്ഛൻ തന്ന ലോക്കറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് കയറി. അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. അവിടെ വെച്ച് തന്നെ എനിക്ക് മനസ്സിലായി, ഇതും പോയി, ഇനി ഒന്നുകൂടെ എഴുതേണ്ടി വരും. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എക്സാം എഴുതി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു 5:30 ആകുമ്പോൾ നമുക്ക് SMS വരും, എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ 5:30 പ്രാർത്ഥന ചൊല്ലാനായിട്ട് എഴുന്നേറ്റു. അപ്പോഴും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കിട്ടത്തില്ല എന്നുള്ളൊരു പേടി. പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് അപ്പോഴും ഒരുപാട് നിന്ന് കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ റിസൾട്ട് നോക്കിയപ്പോഴേക്കും എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടി. അതിന് ഞാൻ ഒരുപാട് മാതാവിന് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ വിസയ്ക്ക് ഡോക്യുമെൻ്റ് വെക്കുക എന്നുള്ളതായിരുന്നു. ന്യൂസിലൻഡിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ന്യൂസിലൻഡിലെ ഡോക്യുമെൻറ്റേഷൻ ഭയങ്കര ടഫാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രൂഫും അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് അത്ര ഈസി അല്ലായിരുന്നു. ബാങ്കിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഏജൻസിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. എത്ര മഴയാണെങ്കിലും എത്ര ഫിസിക്കൽ ഇൽനെസ് ഉണ്ടെങ്കിലും എന്തൊക്കെ വന്നാലും ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ബൈബിൾ വായനയും മുടക്കിയിട്ടില്ല, പള്ളിയിൽ കുർബാനയ്ക്കും പോവാതിരുന്നിട്ടില്ല. അങ്ങനെ എൻ്റെ പേപ്പർ വർക്കിൻ്റെ എന്തെങ്കിലും ഒരു ലാഗ് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ നേരിട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് പറയും, എനിക്ക് ഇന്ന ഡോക്യുമെൻ്റ് കിട്ടിയിട്ടില്ല, എൻ്റെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, 1 വർഷമായി ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഒന്നെങ്കിൽ അന്ന് വൈകിട്ട് അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്നതിൻ്റെ അടുത്ത ദിവസം എനിക്ക് ഏത് ഡോക്യുമെൻ്റാണോ ഞാൻ പ്രാർത്ഥിച്ചത് അത് കിട്ടിയിട്ടുണ്ട്. മാതാവ് എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിസയ്ക്ക് വെച്ചത് ഭയങ്കര ലേറ്റായിട്ടാണ്. അപ്പോഴും എനിക്ക് ജൂലൈ ഇൻടേക്കിൽ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഫൈനലി ഞാൻ വിസയ്ക്ക് വെച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ വിസ ഇൻ്റർവ്യൂ ഇല്ലാതെ വിസ കിട്ടുകയെന്ന് വെച്ചാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്ക് വിസ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കിട്ടാതിരിക്കുമോ, വിസ റിജക്ഷൻ വരുമോ എന്നൊക്കെ ഉള്ളത്. ബട്ട് ഞാൻ മാതാവിൻ്റെ അടുത്തൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ജൂൺ 10 എനിക്ക് വിസ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ കിട്ടാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂൺ 10 എനിക്ക് വിസ വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ബട്ട് സ്റ്റിൽ എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഇത് വേറെ എന്തിനോ നല്ലതിനാണ്, അല്ലെങ്കിൽ എൻ്റെ ടൈം ആയിട്ടില്ല, എനിക്ക് മാതാവ് തരും എന്നുള്ളത് ഭയങ്കര ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഡേറ്റും കൂടെ വെച്ചു, ജൂൺ 14 എന്നുള്ളത്. അത് ഒരു സൺഡേ ആയിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ജൂൺ 15 മൺഡേ ആയി. ഞാൻ വിസ ഇൻ്റർവ്യൂയുടെ കാര്യമേ അങ്ങ് മറന്നുപോയി. ഫോണൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അനോണിമസ് കോൾ വന്നു. അപ്പം ഞാൻ വിചാരിച്ചത് അത് ഇൻ്റർവ്യൂ കോളാണെന്നും പറഞ്ഞെടുത്ത് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഏജൻസിയിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറയുന്നത് വിസ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വിസ കിട്ടണം. അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള സമയമായി, ലിവിങ് എക്സ്പെൻസും അടയ്ക്കണം. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ്
പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ഫീസ് അടച്ചു, ലിവിങ് എക്സ്പെൻസും അടച്ചു. അപ്പോൾ എൻ്റെ ഫീസ് കോളേജിൽ ചെന്നതിൻ്റെ ഒരു പ്രൂഫും കൂടെ വെച്ചാലേ എനിക്ക് ഈ വിസ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് കോളേജിൽ നിന്ന് വന്നു, അവർക്ക് ഇതുവരെ പ്രൂഫൊന്നും കിട്ടിയിട്ടില്ല, ഫീസ് അടച്ചതായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ നേരിട്ട് വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് പോകണം, ഇത് ലാസ്റ്റത്തെ സ്റ്റേജാണ്, ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്ക് ഞാൻ കോളേജിന് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് തേച്ചു, തൈലം തേച്ചു പ്രാർത്ഥിച്ചു. അവർക്ക് ഞാൻ മെയിൽ അയച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഫീസ് കിട്ടിയിട്ടുണ്ടെന്നുള്ള റെസിപ്റ്റും പ്രൂഫും കിട്ടി. അങ്ങനെ ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു. അപ്പോഴും ജൂലൈ 6-ാം തീയതിയാണ് എനിക്ക് ഈ വിസയ്ക്ക് വെക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ മുമ്പ് ഞാൻ വെച്ചതുകൊണ്ട് തന്നെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു ജൂലൈ ഒരു ഫസ്റ്റ് വീക്കിന് തന്നെ പോകാൻ പറ്റണം എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് മാതാവ് ഇന്നലെ എനിക്ക് വിസ തന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ എല്ലാ ദിവസവും നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിൽ പോയിരുന്നു. പള്ളിയിപ്പോക്ക് ഇതുവരെ മുടക്കിയിട്ടില്ല. പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലുമോ എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 3-ാമത്തെ ഉടമ്പടിയാണ് പുതുക്കുന്നത്. ഇനി 4-ാമത്തെ പുതുക്കും അടുത്ത മാസം. ഇതുവരെ ഞാൻ രാവിലത്തെയോ രാത്രിത്തെയോ വൈകുന്നേരത്തെയോ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, കുർബാന മുടക്കിയിട്ടില്ല, ബൈബിൾ വായന മുടക്കിയിട്ടില്ല. കറക്റ്റ് രാവിലെ 5:30 എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ, അഥവാ എൻ്റെ അമ്മ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ എഴുന്നേക്കും. അത് മാതാവ് എന്നെ എഴുന്നേൽപ്പിക്കുന്നതാണ്. അപ്പോൾ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഓൾറെഡി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഇപ്പോഴും ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ വർക്ക് ആഗ്രഹിച്ച് എടുത്തൊരു കോഴ്സാണ്. അപ്പോൾ എന്നിൽ ആ ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഉള്ളതൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് ഓർഫനേജുകൾ, ഓൾഡ് ഏജ് ഹോം, അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള സ്പെഷ്യൽ സ്കൂൾസ്, അല്ലാതെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുകയും, പിന്നെ ഞാനൊരു ഏർണിംഗ് പേഴ്സൺ അല്ല, ബട്ട് എന്നാൽ പോലും എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ മാതാവിൻ്റെ പത്രം, അത് ഞാൻ പള്ളികളിൽ തന്നെയാണ് വിതരണം ചെയ്യാറുള്ളത്. കാരണം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ, ഇന്ന് വരെ ഞാൻ പത്രം കൊടുത്തിട്ട് ആരും എൻ്റെ അടുത്ത് വേണ്ട അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും ചോദിച്ചിട്ട് പോലും ഇല്ല. അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. സാധാരണ എൻ്റെ കൂടെ ഉള്ളവർ, ഉടമ്പടി എടുത്തവരൊക്കെ പറയും എല്ലാവരും ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മേടിച്ചിട്ടില്ല എന്നൊക്കെ. ബട്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, അവരെന്തെങ്കിലും ചോദിച്ചാലും തിരിച്ച് മാതാവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി പറയാനൊക്കെ. ബട്ട് മാതാവ് അതിലും എന്നെ അനുഗ്രഹിച്ചു. ഇതുവരെ ആരും എൻ്റെ അടുത്ത് ഞാൻ പത്രം കൊടുക്കുമ്പോൾ എനിക്കിത് വേണ്ട അല്ലെങ്കിൽ ഇതെന്താന്ന് ചോദിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഇനിയും മാതാവിൻ്റെ കൂടെ തന്നെ എൻ്റെ ലൈഫ് ലോങ് എന്നും കാണും. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആമേൻ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിയ ഷിബു ആലപ്പുഴ തൻ്റെ ഉപസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ജീവിക്കുവാനായിട്ട് പറ്റുമോ എന്നുള്ളത്. 3-ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് ആയിരിക്കുമ്പോഴും ഈ മകൾക്ക് പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കുക, ഉടമ്പടിയിൽ എനിക്ക് ഉറച്ചു നിൽക്കാനും ജീവിക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കടന്നുപോയ ജീവിതാവസ്ഥകളിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് IELTSൻ്റെ എക്സാമിനാണെങ്കിലും അത് നിരവധിയായ തടസ്സങ്ങൾ വന്നപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും ഒരു തടസ്സമല്ലാത്ത രീതിയിൽ അമ്മ ഇടപെടലിലൂടെ അത് മാറ്റിയെടുക്കുവാനും അത് പാസ്സാകുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇമ്മകൾക്ക് പോകാനുള്ള കാര്യങ്ങളാണെങ്കിലും പല വിധത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും വിസ തടസ്സമാണെങ്കിലും അതുപോലെ ബാങ്കിലൊക്കെ നിരവധിയായ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ട് വന്നപ്പോഴും പരിശുദ്ധ അമ്മയോട് ഉറച്ചു നിന്നുകൊണ്ട് മാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും സാധിച്ചപ്പോഴും പരിശുദ്ധ അമ്മ ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുതന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണ കീഴിലാണ് ഈ മകൾ ഉണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മയിലുള്ള വലിയൊരു ഹോപ്പ് തന്നെയാണ് ഈ മകളെ പൂർണ്ണമായിട്ടും അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷിയാകുവാനായിട്ട് അമ്മ അനുവദിക്കുകയും ചെയ്തത്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണയിലാണ് ഈ മകൾ കടന്നു പോകുന്നതും വിദേശത്തേക്ക് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും
പ്രാർത്ഥിക്കേണ്ട സാധിക്കാം. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് വലിയ ജീവിതാനുഭവങ്ങളും വലിയ കാരണപ്രവൃത്തികളും ചെയ്യാൻ ഈ മകൾ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് അൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.